കർണാടകക്കാരൻ ഹൊന്നയ്യ ഗുരു പ്രിയപുത്രൻ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അമ്മയ്ക്കൊരു സങ്കടമുണ്ട്. അവൻ അന്ത്യവിശ്രമം ഒരുക്കാൻ ഒരു നുള്ളു ഭൂമിയില്ല. ശരീരമല്ലല്ലോ, വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് കത്തിക്കരിഞ്ഞു പോയൊരു പിടി വെണ്ണീറാണ്. കശ്മീരുകാരൻ നസീർ അഹമ്മദ് മാസങ്ങൾക്ക് മുമ്പ് ഇതേ പുൽവാമയിലുണ്ടായ പ്രളയത്തിൽ 15 പേരെ ഒറ്റയ്ക്ക് രക്ഷിച്ച ജവാനാണ്. വയനാട്ടിലൊരു വീട്ടിൽ അമർദീപും അനന്യയുമുണ്ട്. അമർ ജവാൻ വസന്ത് കുമാറിൻ്റെ കുഞ്ഞുമക്കൾ. നമ്മുടെ ഉറക്കം ഞെട്ടാതിരിക്കാൻ ഉറക്കമിളച്ച് ശാശ്വതമായി ഉറങ്ങിപ്പോയ 40 പേർ. കബന്ധങ്ങൾക്ക് മുകളിൽ അവന്തിപ്പോറയിലെ ദേശീയപാതയിൽ നിന്ന് ഏതു സ്വർഗത്തിലേക്കാണ് ആദിൽ അഹമ്മദ് ധർ നിന്റെ ആത്മാവെത്തിയത്? ആദിൽ ചുടുചോറ് വാരിയ ഒരു കുട്ടിക്കുരങ്ങ് മാത്രമാണ്. ബഹവൽപൂരിലെ ആസ്ഥാനത്തിരുന്ന് മാസ്റ്റർ ബ്രെയിൻ ചിരിക്കുന്നുണ്ട്. കാണ്ഡഹാറിൽ നമ്മൾ ദാനം നൽകിയതാണ് ആ ജീവൻ. ആ ദാനത്തിൻ്റെ വിലയൊടുക്കലിൻ്റെ പരമാവധിയാണ് അവന്തിപ്പോറയിൽ കണ്ടത്. ആ ചിരി മായേണ്ടതുണ്ട്. മസൂദ് അസറിന്റെ മുഖത്തെ ആ കൊലച്ചിരി മായ്ക്കേണ്ടതുണ്ട്. അത് രാജ്യം ആഗ്രഹിക്കുന്നു, 40 ധീരാത്മാക്കൾ ആഗ്രഹിക്കുന്നു. വിജയ് ചൗക്കിലേക്ക് സ്വാഗതം. ഇന്ത്യ പാക് വിഭജനം കഴിഞ്ഞ അതിർത്തി സംഘർഷങ്ങൾ എപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ മുഖ്യ വിഷയമാകാറുണ്ട്. ചൈനയുടെ വഞ്ചനയിൽ നെഹ്റു മനംനൊന്തു നിന്നിട്ടുണ്ട്. ജയ് ജവാൻ ജയ് കിസാനിൽ ശാസ്ത്രി കരുത്തനായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ദുർഗയായിട്ടുണ്ട്. അടികളും തിരിച്ചടികളും സുരക്ഷയും സുരക്ഷാ വീഴ്ചയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിലും ചർച്ചയാകുമെന്ന് ഏതാണ്ട് ഉറപ്പുമാണ്. പുൽവാമയിലെ ദേശീയപാതയിൽ പൊട്ടിച്ചിതറിയത് ഒരു ബസ് മാത്രമല്ല, ഇന്ത്യയുടെ ആത്മാവാണ്. വിങ്ങുന്ന ഹൃദയവും ഈറനണിഞ്ഞ കണ്ണുകളുമായി നമിക്കുകയാണ് 130 കോടി ജനങ്ങൾ ആ ജീവത്യാഗത്തെ. ദുഃഖവും ക്രോധവും കൊണ്ട് രക്തം തിളയ്ക്കുമ്പോൾ മുഴങ്ങുന്നത് പോർവിളിയല്ല, അടിക്കു തിരിച്ചടി, പ്രകൃതിയുടെ നീതിക്ക് വേണ്ടിയുള്ള ജനസാധാരണരുടെ വിലാപങ്ങളാണ്. ബൂട്ടും തൊപ്പിയുമണിഞ്ഞ് രാജ്യത്തിന്റെ കാവലാളായതിനാൽ മാത്രം വെന്തെരിഞ്ഞവരുടെ ഉറ്റവർ. അവർ ചോരയ്ക്ക് നീതി ചോദിക്കുകയാണ്. മറക്കില്ലൊരിക്കലും, പൊറുക്കില്ല ആ നരാധമന്മാരോട്, പകരം വീട്ടുക തന്നെ ചെയ്യും. ഇത് വീരരക്തസാക്ഷി കുടുംബങ്ങൾക്കും രാജ്യത്തിനും CRPF നൽകിയ വാക്ക്. കാർഗിൽ, പാർലമെന്റ് ആക്രമണം, മുംബൈ, പട്ടാൻകോട്ട്, ഉറി, ഓരോ ഭീകരാക്രമണത്തിനും എണ്ണി കണക്ക് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം. അതിൽ വിശ്വാസമുണ്ട് ജനതയ്ക്കും. തയ്യാറാണ് സൈന്യം എന്തിനും ഏതിനും. പദ്ധതികൾ ഒരുങ്ങുകയാണ് അണിയറയിൽ. ജാഗ്വാർ, മിറാഷ് 2000 വിഭാഗത്തിൽപ്പെട്ട 150 പോർ വിമാനങ്ങൾ പടിഞ്ഞാറൻ അതിർത്തിക്ക് മുകളിൽ ഏതു നിമിഷവും പറന്നുയരാൻ സജ്ജം. മുംബൈ ആസൂത്രണം ചെയ്തതാണ് പൊക്രാൻ റേഞ്ചിലെ ഇന്ത്യൻ വ്യോമസേനയുടെ വായുശക്തി. എന്നാലിപ്പോൾ ചങ്കിടുപ്പ് കൂടുന്നുണ്ട് പാക് പടയ്ക്ക്. പാക് അധീന കശ്മീർ താവളമാക്കിയ ഭീകരരെ കണ്ണടച്ചു തുറക്കും മുമ്പ് ഇല്ലാതാക്കാൻ പ്രാപ്തമാണ് ബ്രഹ്മോസ് അതിവേഗ ക്രൂയിസ് മിസൈൽ. ഒരു തുറന്ന യുദ്ധം എന്നതിനപ്പുറം ഭീകരവാദി കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തി പാരാ റെജിമെന്റിലെ കമാൻഡോകളെ ഉപയോഗിച്ച് മറ്റൊരു മിന്നലാക്രമണമോ ഒരു വ്യോമാക്രമണമോ ആണ് ആലോചനയിൽ. ഉചിതമായ അവസരം, അതിനുവേണ്ടി മാത്രമാണ് കാത്തിരിപ്പ്. എല്ലാ സ്വാതന്ത്ര്യവും സൈന്യത്തിനെന്ന് പ്രധാനമന്ത്രി, ശക്തമായ തിരിച്ചടിയെന്ന് ആഭ്യന്തരമന്ത്രി, പ്രതികാരം ചെയ്യുമെന്ന് ധനമന്ത്രി. ശക്തമാണ് സമ്മർദ്ദം കേന്ദ്ര സർക്കാരിനുമേൽ. മിന്നലാക്രമണവും കശ്മീരിൽ ഭീകരവാദികളെ കൊലപ്പെടുത്തിയതും തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ വിഷയമാക്കിയത് BJP തന്നെയാണ് മുൻപ് പലതവണ. മറ്റ് പ്രതികരണങ്ങൾക്കുള്ള സമയമിതല്ല. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുലിൻ്റെതാണ് വാക്കുകൾ. എന്നാൽ രാഷ്ട്രീയ സംയമനങ്ങൾ അധികകാലം നീളാൻ ഇടയില്ല. തൊട്ടുമുമ്പിലുണ്ട് തിരഞ്ഞെടുപ്പ്. ബൽറാം നെടുങ്ങാടി, മാതൃഭൂമി ന്യൂസ്, ഡൽഹി. അവർ കാട്ടിക്കൂട്ടിയ ദയാരാഹിത്യത്തിന് അതിശക്തമായ തിരിച്ചടി നൽകണമെന്ന ആവശ്യം രാജ്യമുയർത്തുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, എന്തൊക്കെയാണ് നടക്കുന്ന സന്നാഹങ്ങൾ? ഒരു ഫുൾ സ്കെയിൽ വാറിന് ഉള്ള സാഹചര്യം ഒരുങ്ങുന്നുണ്ടോ ഇപ്പോൾ?
ഹഷ്മി, പ്രധാനമായും അമേരിക്കൻ യുദ്ധകാര്യ വിദഗ്ധൻ സ്റ്റീഫൻ പി കോഹന്റെ ഒരു നിർവചനമുണ്ട് പാകിസ്ഥാനെക്കുറിച്ച്. സ്വന്തം തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് മറ്റ് രാഷ്ട്രങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന്. അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ ഈ പുൽവാമ ഭീകരാക്രമണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യ ഒരു തിരഞ്ഞെടുപ്പിന്റെ മുഖത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വൻ ആക്രമണം ഇന്ത്യയിലെ സൈനികർക്ക് നേരെ തന്നെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ മുഴുവൻ വികാരം ഒറ്റക്കെട്ടാണ്. ഒരു ശക്തമായ തിരിച്ചടി തന്നെ ഈ ഭീകരവാദികൾക്ക് നൽകണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. എല്ലാ വിരലുകളും അതോടൊപ്പം പാകിസ്ഥാനിലേക്ക് തന്നെ ചൂണ്ടപ്പെടുന്നു എന്നതും ശ്രദ്ധേയമാണ്. പാകിസ്ഥാൻ പലതവണ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിന് കൃത്യമായ തെളിവുകൾ, പാകിസ്ഥാന്റെ നേരെ വിരൽ ചൂണ്ടാവുന്ന തെളിവുകൾ ലഭ്യമാണ്. പ്രത്യേകിച്ചും മസൂദ് അസറുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ ഇപ്പോഴും ഒരു നടപടിക്ക് തയ്യാറാകുന്നില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. എന്തായാലും ഒരു പ്രത്യാക്രമണം അല്ലെങ്കിൽ ഒരു ശക്തമായ തിരിച്ചടിക്ക് സൈന്യം സർവ്വമായും സജ്ജമാണ്. എന്നാൽ അത് എപ്പോൾ, എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച് മാത്രമാണ് നടക്കാനുള്ളത്. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി സൈന്യം അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും നേരത്തെ നമ്മൾ ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി കണ്ട മിന്നലാക്രമണത്തിൽ ഉണ്ടായതിന് സമാനമായ രീതിയിൽ പാരാ കമാൻഡോകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം ഇത് തന്നെയാണ് പ്രാഥമികമായി ലക്ഷ്യം വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു മുഴുവൻ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന കാര്യങ്ങൾ ഇതിനോട് പാകിസ്ഥാൻ എങ്ങനെ പ്രതികരിക്കും എന്നതനുസരിച്ചിരിക്കും എന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും അതോടൊപ്പം തന്നെ സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇന്ത്യൻ സൈന്യം എന്തിനും സജ്ജമാണ്. കൃത്യമായ ഒരു മറുപടി തന്നെ നൽകും എന്ന ഉറപ്പാണ്. അതിനുള്ള കൃത്യമായ സാഹചര്യവും സമയവും മാത്രമാണ് ഇന്ത്യൻ സൈന്യം കാത്തിരിക്കുന്നത്. എന്തായാലും ഈ അതിർത്തിയിലെ ഒരിക്കലും പറ്റാത്ത ചോര ഇന്ത്യയുടെ സങ്കടം തന്നെയാണ്. ഇന്ത്യക്ക് മറ്റൊരു പേക്കിനാവുണ്ട്. 1984 ഒരു വൻമനം വീണതിനെ തുടർന്നുണ്ടായ മനുഷ്യവേട്ട, 10 നാൾ നീണ്ട നരമേധം, കൊള്ളയും കൊലയും ബലാത്സംഗങ്ങളുടെയും 10 നാളുകൾ പഞ്ചാബിനൊരിക്കലും മറക്കാൻ കഴിയില്ല. എത്ര കാലം കഴിഞ്ഞാലും തലമുറകൾക്കപ്പുറം തങ്ങളുടെ പൂർവികൾ നേരിട്ട മഹാദാരുണമായ അവസ്ഥകൾ. 1984 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സിഖ് അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിക്കുന്നതിനെ തുടർന്നാണ് ദില്ലിയിലും ഹരിയാനയിലും ആയിരക്കണക്കിന് സിഖുകാർ കൂട്ടക്കൊലയ്ക്കിരയായത്. സിഖുകാരുടെ നൂറുകണക്കിന് വീടുകൾ തീവച്ചു, കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകൾ നശിപ്പിക്കപ്പെട്ടു. കോൺഗ്രസ് നേതാക്കളായ ജഗദീഷ് ടൈലറും സജ്ജൻ കുമാറുമാണ് കലാപത്തിന് പിന്നിലെന്ന് അന്ന് തന്നെ ആരോപണമുയർന്നിരുന്നു. ഈ കേസിലാണ് 35 വർഷത്തിന് ശേഷം കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാർ ജയിലിലേക്ക് പോയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ചർച്ചയാക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ഷോയിബ് മാലിക് പറഞ്ഞു. So that has exposed the dirty face of Congress, that during that massacre of the innocent Sikhs, these Congress leaders and workers were involved. This decision authenticated that particular issue. പഞ്ചാബിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് മുൻതൂക്കമുണ്ടെന്നാണ് വിലയിരുത്തൽ. എന്നാൽ സിഖ് കൂട്ടക്കൊലയും സജ്ജൻ കുമാറിന്റെ ശിക്ഷയും ചർച്ചയാക്കിയാൽ കോൺഗ്രസിന്റെ മുൻതൂക്കം ഇല്ലാതാക്കാമെന്ന് BJP കരുതുന്നു. സിഖ് കൂട്ടക്കൊല ചർച്ചയായാൽ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഏറെ ബുദ്ധിമുട്ടുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ പ്രധാന ചർച്ചാ വിഷയം 1984 നടന്ന സിഖ് കൂട്ടക്കൊലപാതകമായിരിക്കും. പഞ്ചാബിൽ നിന്ന് ക്യാമറാമാൻ സ്റ്റീഫൻ മാത്യുവിനോടൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്. താടിയും തലപ്പാവും ധരിച്ച ഒരാൾ പോലും ജീവനോടെ പോവരുത് എന്ന സജ്ജൻ കുമാറിന്റെ ആക്രോശം ഇന്നും പഞ്ചാബിന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ വിഷയം ഒരു ചർച്ചയാവാറുണ്ട്. സജ്ജൻ കുമാർ ഇപ്പോൾ തടവിലാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും ഷമ്മി പ്രഭാകർ ചെയ്യുന്നു. ഷമ്മി, ഏതു രീതിയിലാകും വർഷങ്ങൾക്കിപ്പുറവും കൂട്ടക്കൊല ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്? കാശ്മീർ സിഖ് ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ നിന്നും മായാത്തൊരു മുറിവായി എന്നും അവശേഷിക്കുകയാണ് ഈ സിഖ് കൂട്ടക്കൊല. ഏകദേശം 3000 പേർ മരിച്ചു എന്നാണ് അന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പക്ഷേ ഒരു 15,000-ഓളം പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് സിഖ് സമൂഹം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് വിവിധ അന്വേഷണ കമ്മീഷനുകൾ വന്നിരുന്നു. പക്ഷേ അതിലൊന്നും പ്രതികൾ കാര്യമായ ശിക്ഷ, ഇതിൻ്റെ സൂത്രധാരകരായിട്ടുള്ള ആൾക്കാർക്ക് കാര്യമായ ശിക്ഷ ലഭിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ മാസം ദില്ലി ഹൈക്കോടതി കോൺഗ്രസ് നേതാവ് MPയുമായിരുന്ന സജ്ജൻ
സജ്ജൻകുമാറിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത്രയും നാളിന് ശേഷം 35 വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ശിക്ഷിക്കുന്നത്. നേരത്തെ ജഗദീഷ് ടൈറ്റിലറുടെയും അതുപോലെ തന്നെ HKL ഭഗത്തിന്റെയും എല്ലാം പേരുകൾ കോൺഗ്രസ് നേതാക്കളാണ്. അവരുടെ പേരുകൾ ഈ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. പക്ഷേ അവർക്കാർക്കും കുറ്റക്കാരാണെന്ന് തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ സജ്ജൻകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ 5 പേരാണ് ദൃക്സാക്ഷികൾ ശക്തമായ മൊഴി നൽകിയത്. അവർ ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ദില്ലി ഹൈക്കോടതി ഇദ്ദേഹത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് വളരെ ശക്തമായി തന്നെ പഞ്ചാബിലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനാണ് BJPയുടെയും അതുപോലെ തന്നെ അകാലിദളിന്റെയും തീരുമാനം. ഇത്തരം ഒരു അനുകൂല സാഹചര്യം പരമാവധി ഉപയോഗപ്പെടുത്തുക, ആ തെരഞ്ഞെടുപ്പിൽ പരമാവധി ജനങ്ങളിലേക്ക് ഈ വിഷയം എത്തിക്കുക, അതിനാവശ്യമായിട്ടുള്ള പ്രചരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക, ഇതെല്ലാമാണ് ഇപ്പോൾ BJP പഞ്ചാബിൽ സ്വീകരിക്കാൻ പോകുന്ന സമീപനം. ഹാഷ്മി, സജ്ജൻകുമാറിന് ശിക്ഷയുടെ ഉത്തരവ് വരുമ്പോൾ പഞ്ചാബിന്റെ തെരുവുകളിൽ ആനന്ദ നൃത്തം ചവിട്ടുന്നുണ്ടായിരുന്നു സിഖ് വംശജർ. പക്ഷേ ഷമി പറയുന്നത് പോലെ 35 വർഷങ്ങളെടുത്തു ഒരാളെയെങ്കിലും ശിക്ഷിച്ചു കിട്ടാൻ. ഇടവേള. എക്കാലവും മഹാരാഷ്ട്രയിൽ ശിവസേന തന്നെയായിരുന്നു ബിഗ് ബ്രദർ, വല്യേട്ടൻ. BJPയുമായി സഖ്യം പിരിഞ്ഞ് മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ശിവസേനയുടെ ഇരട്ടി സീറ്റുകൾ BJPക്ക് കിട്ടുന്ന സാഹചര്യമുണ്ടായി. തൽക്കാലം എത്ര തല്ലുകൂടിയാലും ശിവസേനയ്ക്ക് മറ്റു വഴികളില്ല. BJP ഇല്ലാതെ ശിവസേനയ്ക്ക് കുറി നിലനിൽപ്പുമില്ല. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഉദ്ധവ് താക്കറെയുടെ വീട്ടിലെത്തി ചർച്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലാണ് സഖ്യം സംബന്ധിച്ച് ധാരണയിലെത്തിയത്. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ നിന്നും ശിവസേന പിന്നോട്ടുപോയി. ഇത് സഖ്യരൂപീകരണത്തെ എളുപ്പമാക്കി. സംസ്ഥാനത്തെ ആകെയുള്ള 48 ലോക്സഭാ സീറ്റുകളിൽ 25 എണ്ണത്തിൽ BJPയും 23 സീറ്റുകളിൽ ശിവസേനയും മത്സരിക്കും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും 144 സീറ്റുകളിൽ വീതം മത്സരിക്കാനും ധാരണയായിട്ടുണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 26 സീറ്റുകളിൽ BJPയും 23 സീറ്റുകളിൽ ശിവസേനയുമായിരുന്നു മത്സരിച്ചത്. തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് തർക്കത്തെ തുടർന്ന് സഖ്യം വഴിപിരിഞ്ഞു. കഴിഞ്ഞ തവണ വിജയിച്ച ചില മണ്ഡലങ്ങൾ ശിവസേനയ്ക്ക് വിട്ടുനൽകാനും BJP തയ്യാറായേക്കുമെന്നാണ് സൂചന. സഖ്യം വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം തങ്ങൾക്ക് നൽകണമെന്നായിരുന്നു ശിവസേനയുടെ പ്രധാന ആവശ്യം. മഹാരാഷ്ട്രയിൽ സഖ്യം അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനം 2.5 വർഷം വീതം ഇരു പാർട്ടികളും പങ്കിട്ടെടുക്കും. അമിത്ഷാ വരുന്നയാഴ്ച മുംബൈയിലെത്തി ഉദ്ധവ് താക്കറെയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ശിവസേന വൃത്തങ്ങൾ അറിയിക്കുന്നു. ഷായും താക്കറെയും സംയുക്തമായിരിക്കും സഖ്യപ്രഖ്യാപനം നടത്തുക. UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ തനിച്ചു മത്സരിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയാണ് ഇരു പാർട്ടികളെയും സഖ്യത്തിലേക്ക് നയിച്ചത്. എന്നാൽ BJP ശിവസേനയെയും ശിവസേന BJPയെയും മുഖ്യ ശത്രുവായി കാണുന്ന മഹാരാഷ്ട്രയിൽ സഖ്യം എത്രമാത്രം ഗുണകരമാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മുംബൈയിൽ നിന്നും ക്യാമറമാൻ ജോഷി മാത്യുവിനോടൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്. ഓർക്കണം, ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് മഹാരാഷ്ട്രയിലെ ആദ്യത്തെ BJP മുഖ്യമന്ത്രി. ഫെലിക്സ് ചേരുന്ന മുംബൈയിൽ നിന്ന്. ഫെലിക്സ്, ഇത്രനാളും വലിയ തമ്മിൽ തല്ലായിരുന്നു, ജനവിരുദ്ധനാണ് മോദി എന്നിവരെ ശിവസേന നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പിന് തലേനാൾ സഖ്യമുണ്ടാക്കുകയും അത് അണികളിലേക്ക് എഫക്റ്റീവായി ഇറങ്ങും എന്ന പ്രതീക്ഷ ഇരു നേതൃത്വത്തിനുമുണ്ടോ ഫെലിക്സ്? ഹാഷ്മി, 1995 അന്നത്തെ ശിവസേന നേതാവായിരുന്ന ബാൽ താക്കറെയും BJP നേതാക്കളായിരുന്ന ഈ പ്രമോദ് മഹാജനും ചേർന്ന ഒരു ഫോർമുല, ഒരു തിരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിരുന്നു. അതിങ്ങനെയായിരുന്നു. അതായത് മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കും, എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുക ശിവസേനയായിരിക്കും. അതിന് അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാൻ കാരണം ശിവസേന ആഗ്രഹിക്കുന്നത് അധികാരത്തിലെത്തിയാൽ മഹാരാഷ്ട്രയിൽ തങ്ങൾക്ക് മുഖ്യമന്ത്രി പദം വേണമെന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ധാരണ ഉണ്ടാക്കിയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ BJP ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുകയും ചെയ്തു. എന്നാൽ ശിവസേന വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് വലിയ നേട്ടം അന്നത്തെ മോദി തരംഗത്തിൽ മഹാരാഷ്ട്രയിൽ BJP ഉണ്ടാക്കി. ഇവിടെ തുടങ്ങുന്നു ഇരു പാർട്ടികളും തമ്മിലുള്ള തർക്കം എന്ന് നമുക്ക് വിലയിരുത്താം. ഇതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2014 തന്നെ മഹാരാഷ്ട്രയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ പോലെ ശിവസേന അധിക സീറ്റിൽ മത്സരിക്കുന്നതിനോട് തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് BJP പറയുകയും തുല്യ സീറ്റുകളിൽ മത്സരിക്കണം എന്നൊരു ആവശ്യം BJP മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് സഖ്യം വഴിപിരിയുന്നതും 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും ഒറ്റയ്ക്ക് മത്സരിക്കുന്നതും
ആ സമയത്തും ശിവസേനയെ ഞെട്ടിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP മാറി. 122 സീറ്റുകളാണ് BJP മഹാരാഷ്ട്രയിൽ സ്വന്തമാക്കിയത്. അതിന് മുൻപത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഏതാണ്ട് 60-70 സീറ്റുകളിൽ ഒതുങ്ങിയിരുന്ന BJP 100 സീറ്റും കടന്ന് 122 സീറ്റിലേക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ മഹാരാഷ്ട്രയിൽ മാറുകയും ചെയ്തു. ഗത്യന്തരമില്ലാതെയാണ് അന്ന് ശിവസേന BJPയുമായി സഖ്യത്തിൽ ഏർപ്പെട്ട് മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിച്ചത്. ഇതിനുശേഷം സഖ്യം രൂപീകരിക്കുകയും പിന്നീട് 2-3 വർഷങ്ങൾക്ക് ശേഷം ഈ NDAയിൽ തങ്ങൾക്ക് സഖ്യകക്ഷിയായ തങ്ങൾക്ക് പരിഗണന ലഭിക്കുന്നില്ല എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇനി തിരഞ്ഞെടുപ്പുകളിൽ BJPയുമായി സഖ്യം ഉണ്ടാക്കില്ല എന്നൊരു തീരുമാനം ശിവസേന എടുത്തത്. ഇതിനുശേഷം ശിവസേന മഹാരാഷ്ട്രയിൽ അതിൽ നാം മറ്റൊരു തീരുമാനം ഉണ്ടാകും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്കാരനെ മോദി കൊടുങ്കാറ്റാക്കിയ മറ്റൊരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. UPയിലടക്കം സ്ഥിതിഗതികൾ മോശമാകുമ്പോൾ മഹാരാഷ്ട്രയിലേക്ക് ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട് BJP. അതിന്റെ കൂടി ഭാഗമാണ് ശിവസേനയുമായുള്ള സഖ്യം. ഇടവേള. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് നമ്മൾ പോയാൽ ക്യാമറ കാണുന്നതൊക്കെയും നരച്ച കാഴ്ചകളാണ്. അതുകൊണ്ട് ആവർത്തന വിരസത അരുത്. കർണാടകത്തിലെ കറുത്ത മണ്ണൊരിക്കൽ സ്വർണം വിളിയിച്ച ഭൂതകാലമുണ്ടായിരുന്നു. ആ മണ്ണിന്റെ പശിമ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആ പാടങ്ങൾ കർഷകന്റെ ശവപ്പറമ്പാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ ആശ്രയിച്ചുള്ള ഭാഗ്യപരീക്ഷണം. പലപ്പോഴും കാലം തെറ്റിയെത്തുന്ന മഴക്കാലം. വിളവെടുക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കർഷകന്റെ ഉള്ളുലച്ച് നനഞ്ഞു കുതിർന്നു പോകുന്ന കൃഷിപ്പാടങ്ങൾ. ശൈത്യകാലത്തുപോലും നനച്ചിരിക്കാതെ കോരിച്ചൊരിഞ്ഞ് കടന്നുപോകുന്ന പെരുമഴകൾ. വേനൽക്കാല വിളകളെ മുച്ചൂടും മുടിച്ച് വെള്ളക്കെട്ടാവുന്ന കൃഷിപ്പാടങ്ങൾ. വരൾച്ച വന്നാൽ കൊടും വരൾച്ച. വിണ്ടുകീറി പാടങ്ങൾ. ഭൂമിയുടെ മാറിലേക്ക് വെള്ളം തേടിപ്പോയ കുഴൽക്കിണറുകളൊന്നും ജലം ചുരത്തുന്നില്ല. ജലം തേടിയുള്ള കർഷകന്റെ അലച്ചിൽ ഒരേ കൃഷിയിടത്തിൽ 10ലേറെ കുഴൽക്കിണറുകൾ കുത്തലിൽ കലാശിക്കുന്നു. നിരാശ മാത്രം ഫലം. 1.92 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ 30 ജില്ലകളിൽ 27,481 ഗ്രാമങ്ങളിലായി കൃഷിപ്പാടങ്ങളുണ്ട് കർണാടകത്തിൽ. പഴം, പച്ചക്കറി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ധാന്യവർഗ്ഗങ്ങൾ, പട്ടുനൂൽ, കാപ്പി എല്ലാം കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണ്. കറുത്ത മണ്ണിൽ എന്തു വിതച്ചാലും 100 മേനി കൊയ്തിരുന്ന ഭൂതകാലം. മഴയുടെ കണ്ണുപൊത്തിക്കളിയും ജലദൗർലഭ്യവും നട്ടലൊടിച്ചിരിക്കുകയാണ് കർഷകന്റെ. വാഗ്ദാനങ്ങൾക്കും പ്രഖ്യാപനങ്ങൾക്കും പഴയ ചാക്കിന്റെ വില പോലുമില്ലെന്ന് പറയുന്നു കർഷകൻ. ಈಗ ಈ ಗೌರ್ಮೆಂಟಿಂದ ಇದರಿಂದ ಏನಾದರೂ ಸಹಾಯ ಮಾಡಿದ್ರೆ ನಮಗೆ ಒಳ್ಳೆಯದು. ಎಲೆಕ್ಷನ್ ಬಂದಾಗ ಮಾತ್ರ ಬರ್ತಾರೆ. ಏನೋ ಆ ಥರ ಈ ಥರ ನಿಮಗೆ ರೈತರಿಗೆ ಆ ಥರ ಮಾಡ್ತೀವಿ, ಈ ಸ್ಕೀಮ್ ಬಂದಿದೆ, ಆ ಸ್ಕೀಮ್ ಬಂದಿದೆ, ಈ ಸ್ಕೀಮ್ ತಗೊಳ್ಳಿ, ಆ ಸ್ಕೀಮ್ ತಗೊಳ್ಳಿ ಅಂತಾರೆ. ಯಾವ ಸ್ಕೀಮು ಬರಲಿಲ್ಲ, ಯಾವುದು ನೋಡಲಿಲ್ಲ. ಎಲೆಕ್ಷನ್ ಮುಗಿದಾದ್ಮೇಲೆ ಆಮೇಲೆ ಈ ಕೃಷಿ ಸಾಲ ಅದು ಇದು ನಿಮಗೆ ಬರೆದು ಕೊಟ್ಟಿದ್ದೀವಿ ಎಲ್ಲ ಇದು ಮಾಡ್ತಾರೆ ಅಂತಾರೆ. ಇವಾಗ ಕುಮಾರಸ್ವಾಮಿ ಅವರು ಮಾಡಿರೋದು ಅಷ್ಟು ತಪ್ಪು. കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ ഇടം പിടിക്കാതെ പോകുകയാണ് മിക്ക കർഷകരും. കൊള്ളപ്പലിശക്കാരിൽ നിന്ന് വായ്പയെടുത്തവരാണ് ആത്മഹത്യയിൽ അഭയം തേടിയവരിൽ ഭൂരിപക്ഷവും. ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളാൻ സർക്കാർ നോട്ടീസ് നൽകിയിട്ടും അത് അംഗീകരിക്കാതെ കർഷകരുടെ വീടുകളിൽ ജപ്തി നോട്ടീസുകൾ പതിയുന്നു. റഫേൽ അഴിമതിയും ഭീകരാക്രമണവും സഖ്യ സർക്കാരിലെ ഭിന്നതയും രാഷ്ട്രീയ കുതിരക്കച്ചവടവും ഒന്നുമല്ല. കർഷകന്റെ നോവ് തന്നെയാകും കന്നഡിക ജനവിധി പ്രതിഫലിക്കുക. നദീറ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു. അവസാനിക്കുന്നില്ല അയൽക്കാരന്റെ അതിക്രമങ്ങൾ. ഇന്നും രജൌരിയിൽ മണിക്കൂറുകൾക്ക് മുൻപ് ഒരു ധീര സൈനികന് രക്തസാക്ഷ്യം. രാജ്നാഥ് സിംഗ് അധ്യക്ഷതയിൽ ഒരു സർവകക്ഷി യോഗം ചേർന്നിരുന്നു. അമേരിക്ക അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാനെ അപലപിക്കുന്ന സമയമാണ്. സർവകക്ഷി യോഗത്തിന്റെ പ്രമേയത്തിൽ ഒരിടത്ത് പോലും പാകിസ്ഥാൻ എന്ന വാക്കുച്ചരിക്കുന്നില്ല. വേദനയുടെ നിമിഷങ്ങളിലും എന്തിനാണ് സർ ഈ നിലയില്ല നിലപാട്? നാളെ കാണാം. നമസ്കാരം.